രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖർഗയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖർഗയുടെ വസതിയിലേക്ക് എത്തി. നിർണായക ചർച്ച അല്പസമയത്തിനകമാണ്. ഈ ചർച്ചയിലാണ് അന്തിമമായ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്തുന്ന രാഹുൽ ഗാന്ധി തീരുമാനിച്ചുറപ്പിച്ച് 3 പേരിൽ ഒരു പേരിലേക്ക് സീറോയും ചെയ്ത രാഹുൽ ഗാന്ധിയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഖർഗയുമായി അത് സംസാരിക്കും. അതിനുശേഷം വളരെ പെട്ടെന്ന് പ്രഖ്യാപനം. അത് ആ പ്രഖ്യാപനം അവിടെയാണോ ഇവിടെയാണോ എന്ന കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂ. അത് ഒരു വാർത്താക്കുറിപ്പിലൂടെയാണോ അതോ ബൽറാം നെടുങ്ങാടി വരുമ്പോൾ ചെയ്തു. ബൽറാം, അപ്പോൾ ഈ നടക്കാൻ പോകുന്ന ചർച്ച ദ മോസ്റ്റ് ക്രൂഷ്യൽ ചർച്ചയാണ്. ഹഷ്മി, തീർച്ചയായും ഏറെ നിർണായകമായ ചർച്ച. കേരളം കാത്തിരുന്ന ഒരു ചർച്ച. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഫലം വന്ന 10-ാം ദിവസം നടക്കുന്ന ചർച്ച. ഈ ചർച്ചയിൽ നിന്നും കേരളത്തിന്റെ കാത്തിരിപ്പിന് അന്ത്യമുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഇതാ മല്ലികാർജുൻ ഖർഗയുടെ വസതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചകൾ ആരംഭിക്കും. എന്തായാലും രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖർഗയുടെ വസതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ കൂടിക്കാഴ്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഈ കൂടിക്കാഴ്ചയിൽ നേരത്തെ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി ഇതുവരെ നടത്തിയ നടപടിക്രമങ്ങൾ, വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ സമഗ്രമായി അവലോകനം ചെയ്ത ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക, അല്ലെങ്കിൽ ഒരു അവസാന പേരിലേക്ക് കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവരം. ഇതിൽ AICC പ്രതിനിധികൾ അവർ സംസ്ഥാനത്ത് എത്തി MLA-മാരുമായി നടത്തിയ ചർച്ച, അവരിൽ നിന്നും ലഭിച്ച അഭിപ്രായങ്ങൾ, അവരുടെ വോട്ടുകൾ, കൂടാതെ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചകളിൽ അവർ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു തീരുമാനത്തിലേക്കായിരിക്കും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും തമ്മിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ ഉൾപ്പെടെ ഈ ഒരു തീരുമാനം വൈകുന്നതിൽ കടുത്ത അതൃപ്തി ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലും തീരുമാനം വൈകുന്നതിൽ രോഷം ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള യോഗം ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു യോഗത്തിൽ നിന്നും തീരുമാനം ഉണ്ടാകും. 3 പേരിൽ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട 3 പേരിൽ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ വ്യക്തത അത് ഈ ഒരു യോഗത്തോടെ തന്നെ ഉണ്ടാകും. KC വേണുഗോപാൽ, ഒപ്പം തന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരുകൾ ആദ്യഘട്ടം മുതൽ തന്നെ സജീവമായി പരിഗണനയിലിരുന്നു. MLA-മാർ നൽകിയ അഭിപ്രായങ്ങളിൽ ഈ 3 പേരുകൾ തന്നെയാണ് ഉയർന്നു വന്നിരുന്നതും. ഈ 3 പേരുമായി മല്ലികാർജുൻ ഖർഗയുടെ വസതിയിൽ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ അതിലും തീരുമാനമാകാത്തതിനെ തുടർന്ന് പിന്നീട് ആണ് തുടർ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടായതും. കേരളത്തിൽ നിന്നും മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ളവരെ വിളിച്ച് വരുത്തി വീണ്ടും അഭിപ്രായം തേടുകയും ചെയ്തിരുന്നത്. അതിൽ ഒരു പേരിനപ്പുറത്തേക്ക് നിലവിൽ സംസ്ഥാനത്തുള്ള സാഹചര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളാണ് നടത്തിയത്. അതിൽ നിന്നും ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങുന്നു എന്ന് തന്നെയാണ്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖർഗെ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തിയ ശേഷം കൂടിയായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം എങ്ങനെയുണ്ടാകും? രാഹുലിന്റെ കൂടെ കാറിൽ ആരൊക്കെയാണുള്ളത്? ഈ മല്ലികാർജുൻ ഖർഗയുടെ വസതിക്കകത്തും മറ്റു ചിലരെ കൂടി കാണുന്നുണ്ടല്ലോ. അപ്പോൾ വേറെ ആരെങ്കിലും ആ ചർച്ചയിൽ പങ്കാളികളാവുന്നുണ്ടോ? ഹഷ്മി, നിലവിൽ ഹൈക്കമാൻഡ് നേതാക്കൾ നൽകുന്ന വിവരം അനുസരിച്ച് ഈ 2 പേർ മാത്രമായിരിക്കും ഈ ചർച്ചകളുടെ ഭാഗമാവുക എന്നുള്ളതാണ്. നേരത്തെ 3 നേതാക്കളെയും ഡൽഹിയിൽ എത്തിച്ച ശേഷം ദീപാദാസ് മുൻഷി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ തന്നെ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ചേർന്ന് എടുക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇന്നത്തെ യോഗത്തിലും ഈ 2 പേർ തന്നെ മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് നേതാക്കൾ അറിയിക്കുന്നത്. ഈ ഒരു ഇരുവരും നടത്തുന്ന ചർച്ചയിലായിരിക്കും ഒരു അന്തിമ പേരിലേക്ക്, അത് വിവിധ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. MLA-മാരുടെ വോട്ട്, അവരുടെ പിന്തുണ, ഒപ്പം മറ്റ് ഘടകങ്ങൾ, ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തേടിയിട്ടുണ്ട്. ഇതെല്ലാം സമഗ്രമായി പരിശോധിച്ചായിരിക്കും
ഒരു അന്തിമ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുക. അത് ആരാണ്? VD സതീശനാണോ, KC വേണുഗോപാലാണോ, രമേശ് ചെന്നിത്തലയാണോ എന്നുള്ളതാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ഈ യോഗം എത്രത്തോളം നീണ്ടുപോകും എന്നുള്ള കാര്യത്തിലും ഈ ഘട്ടത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.